അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു പ്രഭാതത്തിൽ വീണ്ടും ദൈവസന്നിധിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ചു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ദാസനോട് ഒരുമിച്ച് ഈ മീറ്റിങ്ങിനായിരിക്കാൻ ദൈവം ഇടയാക്കി. വീണ്ടും ആവശ്യപ്രകാരം കർത്താവിന്റെ വചനവുമായി ദൈവസന്നിധിയിൽ നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം ഇടയാക്കിയ വിലയേറെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനാധാരമായി ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോലുള്ളവനായിട്ട് നമ്മുടെ കർത്താവിനെ അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ വിശേഷിപ്പിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമ്മൾ ഇതുപോലൊരു വാക്യം അവിടെ കാണുവാൻ സാധിക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. സകല നിഗൂഢതകളുടെയും താക്കോൽ ഏത് തുറക്കാത്ത വാതിലും തുറക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഏത് അടയാത്ത വാതിലുകളെയും അടയ്ക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ ദൈവത്തിന് കഴിയും. അവന് മറഞ്ഞിരിക്കുന്നതായിട്ട് ഒരു രഹസ്യവുമില്ല. സകലതും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. എല്ലാ രഹസ്യങ്ങളെയും അറിയുന്നവനത്രേ നമ്മുടെ കർത്താവ്. സകലത്തിലും മുഖാന്തരവും ആധാരവുമായവനത്രേ നമ്മുടെ കർത്താവ്. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഓരോ ദൈവിക പ്ലാൻ ഉണ്ട്. നമ്മൾ ഓരോരുത്തരെയും ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടറിഞ്ഞവനായ കർത്താവ് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ കുറിച്ചുള്ള വ്യക്തമായ പ്ലാനും പദ്ധതിയും കർത്താവിന് ഉണ്ട്. നാം അന്തരം ഒരു കുഞ്ഞ് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ അവനെ കുറിച്ച് ഓരോ മാതാപിതാക്കൾക്കും ഓരോ സങ്കല്പങ്ങളായിരിക്കാം. അവൻ പഠിക്കണം, അവൻ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, എൻ്റെ കുഞ്ഞ് ഇന്നതൊക്കെ ആയിത്തീരണം എന്ന് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് അവന് ഓരോ ആലോചനകളും ഓരോ പ്ലാനും പദ്ധതിയും ഉണ്ട്. പലപ്പോഴും ആ പ്ലാനും പദ്ധതിക്കും അനുസരിച്ച് നമുക്ക് വരുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വന്ന് ആ പരീക്ഷണങ്ങളിലൂടെ താണ്ടി വീണ്ടും ദൈവിക പദ്ധതിയിലേക്ക് തന്നെ നമ്മൾ മടങ്ങി വരുവാനിടയായിത്തീരും. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പ്ലാനിനനുസരിച്ചും പദ്ധതിക്കനുസരിച്ചും നാം ജീവിക്കുമ്പോൾ അത് നമുക്ക് കഷ്ടമായി, ദുഃഖമായി, പ്രയാസമായി, പ്രതികൂലമായൊക്കെ തോന്നിയാലും അതിന്റെ അവസാനം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. യോസേഫിനെ ഉയർത്താൻ ദൈവം അവന്റെ ചെറുപ്രായത്തിൽ തന്നെ പദ്ധതി ഒരുക്കിയിരുന്നു. എന്നാൽ യോസേഫിന് ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തപ്പെടുവാൻ വളരെ ദുഃഖങ്ങൾ, ഒരുപാട് വർഷങ്ങൾ തനിക്ക് വേണ്ടി വന്നു. തന്റെ കുഞ്ഞുപ്രായത്തിൽ തന്നെ താൻ സ്വപ്നം കാണുന്നവനായിരുന്നു. താൻ സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നതായിട്ട്. അപ്പോൾ തന്റെ പിതാവ് അത് കേട്ടിട്ട് മനസ്സിൽ ഗ്രഹിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പനും അമ്മയും ഞങ്ങളും സഹോദരങ്ങളും ഒക്കെ അവനെ നമസ്കരിക്കേണ്ടി വരും എന്നുള്ള ആത്മീക സത്യം താൻ മനസ്സിലാക്കി തന്റെ ഉള്ളിൽ സംഗ്രഹിക്കുവാനൊക്കെ ഇടയായി. എന്നാൽ ഈ സ്വപ്ന സാക്ഷാത്കാരം തന്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ തന്റെ അപ്പനെ, അമ്മയെ, സഹോദരങ്ങളെ എല്ലാം വിട്ട് മറ്റൊരു രാജ്യത്ത് താൻ അടിമയായി പോകുവാൻ ഇടയായിത്തീർന്നു. ആരോരുമില്ലാത്ത ഒരു രാജ്യത്ത് താൻ തീർത്തു ഒറ്റപ്പെട്ട് വളരെ വേദനകളും ദുഃഖവും സങ്കടവും ഒരുപാട് വർഷം താൻ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു. താൻ തടവറയിലായി, നിന്ദകളും പരിഹാസങ്ങളും ഏറ്റവും അങ്ങനെ വളരെ വളരെ ദുഃഖങ്ങളും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മിസ്രൈം രാജ്യത്തിന്റെ ശ്രേഷ്ഠ മന്ത്രി പദവിയിലേക്ക് താൻ എത്തപ്പെടുവാൻ ഇടയായിത്തീർന്നു. രാജാവിന്റെ സ്ഥാനം, അതുപോലെ വലിയൊരു മഹൽ പദവി തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെയാണ് ദാവീദും രാജാവാകുവാൻ തക്കവണ്ണം ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ ആ പദ്ധതിയിലേക്ക് എത്തപ്പെടുവാൻ, രാജസ്ഥാനത്തേക്ക് എത്തപ്പെടുവാൻ താൻ ഒരുപാട് വേദനകളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ഇവ രണ്ടും നടക്കാനില്ലാത്ത വിധത്തിൽ, നടക്കാൻ ഒരിക്കലും നടക്കില്ല എന്ന ഒരു സാഹചര്യമാണ് രണ്ടുപേരുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. രണ്ടുപേരും വളരെ ഇടുക്കത്തിലും ഞെരുക്കത്തിലുമൂടെ മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. എങ്കിലും ഒരു നാളിൽ സർവശക്തൻ അവർക്കുമുള്ള എല്ലാ വാതിലുകളെയും തുറക്കുവാൻ ഇടയായിത്തീർന്നു. പിന്നെ ഒരു ശക്തിക്കും അവർക്ക് ഒരു തടസ്സവും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ദൈവം അവരെ മാനിച്ചു ഉയർത്തുവാൻ ഇടയായിത്തീർന്നു.
ഇതുപോലെയാണ് ദൈവമക്കളാകുന്ന നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് വാഗ്ദത്വങ്ങളൊക്കെ ഒരുപാട് കാണും. നിന്റെ ജീവിതത്തിൽ മാന്യത ഉണ്ടാകും, ഉയർച്ച ഉണ്ടാകും എന്നൊക്കെ ഒരുപാട് വാഗ്ദത്തങ്ങൾ പ്രവചനാത്മാവിലൂടെ ദേവദാസന്മാരിലൂടെയും അല്ലാതെയും ഒക്കെ നമുക്ക് ലഭിക്കപ്പെടാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾ മുമ്പിലോട്ട് നോക്കുമ്പോൾ നാം ചിന്തിക്കും, ഈ വാഗ്ദത്തങ്ങളൊന്നും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല, നടക്കില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കാരണം അത്രയും പ്രയാസങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന. ഒരുപക്ഷെ മാറാരോഗങ്ങളായിരിക്കാം, സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം, തലമുറകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളായിരിക്കാം. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്നാൽ ഇതൊക്കെ നമ്മുടെ വാഗ്ദത്ത പൂർത്തീകരണത്തിനായി കർത്താവ് നമ്മെ ഒരുക്കുകയാണ് എന്നാണ് വചനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനിടയായിത്തീരുന്നത്. തന്റെ ഉദ്ദേശം നിറവേറ്റാനായി വേർതിരിക്കപ്പെട്ട ജീവിതങ്ങളെ തീർച്ചയായും വലം കൈക്ക് പിടിച്ച് കർത്താവ് മുന്നോട്ട് കൊണ്ടുപോകുവാനിടയായിത്തീരും. അവരുടെ മുമ്പിൽ ഏതെല്ലാം വാതിൽ അടയപ്പെട്ടതായി തോന്നിയാലും താമ്രവാതിലുകളോ എല്ലാം തുറന്ന് അവർക്ക് വേണ്ടി വിശാലമായ വഴികളെ തുറക്കപ്പെടുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ദൈവ സാന്നിധ്യത്തിൽ കതകുകൾ തുറക്കപ്പെടുവാനിടയായിത്തീരും, വാതിലുകൾ അടയാതിരിക്കുവാനിടയായിത്തീരും. ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ, മുമ്പിലുള്ള പർവ്വതങ്ങളെ സമഭൂമിയാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിക്ക് കഴിയും. ഇതുപോലെ വളരെ ദുഃഖങ്ങൾ, അനവധി പ്രയാസങ്ങൾ നിറഞ്ഞ അനവധി ജീവിതങ്ങൾ നമ്മുടെ ചുറ്റും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു തരത്തിലും വിടുതൽ ലഭിക്കാതെ വണ്ണം കാഠിന്യമേറിയ ശോധനകളിലൂടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം വരുത്തുവാൻ അവൻ ശക്തനത്രേ. അവന് അസാധ്യമായത് ഒന്നുമില്ല. സങ്കീർത്തനത്തിൽ ദാവീദ് പ്രകാരം പറയുന്നുണ്ട്. 119 സങ്കീർത്തനം അതിന്റെ 18 വാക്യത്തിൽ ഒരു പ്രാർത്ഥന അവിടെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുകയാണ്: നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥനയിൽ ഒരു കാര്യം വ്യക്തമായി താൻ പറയുന്നു: ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കണമേ. പലപ്പോഴും നമ്മൾ ന്യായപ്രമാണം, അതായത് ദൈവിക വചനം നമ്മൾ വായിക്കുന്നവരാണ്. വെറുതെ വായിച്ചും ഉരുവിട്ടും പോകുന്ന അനവധി കാര്യങ്ങൾ ബൈബിളിലുണ്ട്. പക്ഷേ അതിൻ്റെ ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും ആത്മീകനായ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആത്മീക കണ്ണുകൾ തുറന്നവന് മാത്രമേ ആത്മീക സത്യങ്ങളെ, അതിലുള്ള അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അവ കാണണമെങ്കിൽ കണ്ണുണ്ടായാൽ മാത്രം പോരാ, ദൈവം കണ്ണുകളെ തുറക്കുക തന്നെ വേണം. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ കണ്ടിട്ടും കാണാതെ പോകുന്ന ഒരു കൂട്ടം തലമുറകളാണ്. അനർത്ഥത്തിലേക്ക്, നാശത്തിലേക്ക് മുന്നോട്ട് ഒരു കൂട്ടം തലമുറയുടെ മധ്യയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും ജീവിക്കുന്നത്. എന്നാൽ തീർച്ചയായും ദൈവത്തിന്റെ വചനം അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആത്മീക സത്യങ്ങളെ കണ്ട് ദൈവം അവർക്ക് ഒരുക്കിയിരിക്കുന്ന നന്മകളെ കണ്ട് അവർക്ക് മുന്നോട്ട് പോകുന്ന ഒരു തലമുറയാണെങ്കിൽ തീർച്ചയായും അവർ വഴിയിൽ വെച്ച് നശിച്ചു പോകുകയില്ല. സങ്കീർത്തനം 2 പറയുന്നു: നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൽ. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ന്യായപ്രമാണം ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും അവൻ വഴിയിൽ വെച്ച് നശിച്ചു പോവുകയില്ല. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:18 അപ്പോസ്തലനായ പൗലോസ് പ്രകാരം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്: ദൈവിക വെളിയാലുള്ള ആശയും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും ഗ്രഹിക്കാനായി എന്റെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. ഹൃദയത്തിന്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ആത്മീക കണ്ണാണ്. നമുക്ക് സാധാരണയായി അക്ഷരികമായ 2 കണ്ണുകളുണ്ട്. എന്നാൽ അത് മാത്രമല്ല, ഒരു ആത്മീകൻ ഉണ്ടാകേണ്ടത് ദൈവത്തിന്റെ വചനത്തിലെ വാഗ്ദത്തങ്ങളെ കാണുവാൻ, അതിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം ആത്മീക കണ്ണുകളെ ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. എങ്ങനെയോ ജനിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു മൃഗത്തെ പോലെ അവസാനിക്കാനുള്ളതല്ല നമ്മുടെ ഓരോരുത്തരെയും ജീവിതം എന്ന് പറയുന്നത്. അതിന് ഓരോന്നിനും ഓരോ പ്ലാനും പദ്ധതിയും ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ ഉണ്ട്. അത് ഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ആത്മീക കണ്ണുകൾ തുറക്കപ്പെടണം. അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ണുകളെ തുറക്കപ്പെട്ട ഒരു സ്ത്രീയെ നമുക്ക് കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ ഹാഗറിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഹാഗറിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. അസാധ്യമായ ചുറ്റുപാടുകളിൽ അവൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയ ഒരു വഴി കണ്ട് അവൾ അതിന് പ്രകാരം മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു ഹാഗർ എന്ന് പറയുന്നത്. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ ദൈവം അബ്രഹാമിനെ വിളിക്കുവാനിടയായി തീർന്നു. സാറയുടെ അടിമപ്പെണ്ണായിരുന്നു ഹാഗാർ. 4000 വർഷങ്ങൾക്ക് മുമ്പ് അടിമകളുടെ അവസ്ഥ വളരെ മോശകരമായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വീട്ടു ജോലിക്കാരാണുള്ളത്. എന്നാൽ ആ കാലഘട്ടത്തിൽ അടിമകളായി പിടിക്കപ്പെട്ടുകൊണ്ട് പോയിരുന്ന ഹാഗാർ അബ്രഹാം എന്ന വലിയ ധനികനായ മനുഷ്യന്റെ വീട്ടിലെ ഒരു അടിമ പെണ്ണായിരുന്നു.
അടിമകൾ എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തമായി നിലപാടുകളോ കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ഒന്നും പറയുവാനുള്ള അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല. യജമാനും യജമാനത്തെയും എന്ത് തീരുമാനിക്കുന്നുവോ അങ്ങനെ തന്നെ അത് ചെയ്ത് അവർക്ക് അനുസരണയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അടിമ എന്ന് പറയുന്നത്. അറിവോ പരിജ്ഞാനമോ വിദ്യാഭ്യാസമോ വിവരമോ ഒന്നുമില്ലാത്ത ഒരു പൊട്ടിപ്പെണ്ണായിരുന്നു ഹാഗാർ എന്ന് നമുക്ക് കരുതാം. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു ആഗ്രഹമോ സ്വപ്നങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അത് പൂർത്തീകരിക്കുവാൻ അവളുടെ ജീവിതത്തെ മുഴുവൻ നിശ്ചയിക്കുന്നത് അവളുടെ യജമാനത്തിയായിരുന്നു, അവളുടെ യജമാനത്തിയായ സാറയായിരുന്നു. അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ച് 12 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് മക്കളില്ലാത്തത് കാരണം സാറ അബ്രഹാമിന്റെ ഉപദേശപ്രകാരം തന്നെ അബ്രഹാം സാറയിൽ ഹാഗാറിന് ഒരു കുഞ്ഞ് ജനിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ച അവസരത്തിൽ ഹാഗാർ തൻ്റെ ഉദരത്തിൽ അബ്രഹാമിന്റെ കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് അറിഞ്ഞ സാഹചര്യം മുതൽ തൻ്റെ യജമാനത്തിയായ സാറ തനിക്ക് നിന്ദിതയായി തീരുവാനിടയായി തീർന്നു. അത്രയ്ക്കുള്ള ഒരു ബുദ്ധിയും പരിജ്ഞാനവും മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുവാനിടയായി തീർന്നു. സാറ അവളെ പീഡിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൾക്കവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവൾ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ആരും ഇല്ല, ആരും സഹായത്തിനില്ല. തനിക്ക് ഒരു കുഞ്ഞ് തൻ്റെ ഉദരത്തിലുണ്ട്. ഗർഭിണിയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു പ്രദേശത്തേക്ക് ഓടിപ്പോകുന്നു. തനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് താൻ നിന്ന ഭവനത്തിൽ അനുഭവിക്കേണ്ടി വന്നപ്പോൾ താൻ അവിടെ നിന്ന് രക്ഷയ്ക്കായി ഓടിപ്പോകുവാനിടയായി തീർന്നു. അവൾ മരുഭൂമിയിൽ അവൾ ഉഴന്ന് നടക്കുകയാണ്. എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നറിയാതെ. തൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ല. രക്ഷപ്പെടുവാൻ, പോകുവാൻ, സഹായിപ്പാൻ ആശ്രയമായി ആരുമില്ലാതെ ഇരിക്കുമ്പോൾ സർവ്വതും കാണുന്നവനായി ദൈവത്തിന്റെ ദൂതൻ, ദൈവം അവളെ കണ്ടു. ദൈവത്തിന്റെ ദൂതനെ അവളുടെ മുമ്പിൽ അയക്കുവാനിടയായി തീർന്നു. അവളെ ബുദ്ധിശൂന്യതയെ കുറിച്ചൊന്നും അവളെ ശാസിച്ചില്ല, അവളെ വഴക്ക് പറഞ്ഞില്ല. നീ എന്താണ് അവിടെ നിൽക്കാത്തത്, നീ എന്താണ് ഇങ്ങനെ കാണിച്ചത് എന്നൊക്കെ ചോദിച്ച് അവളോട് ഒന്നും ദൂതൻ പറഞ്ഞില്ല. അവളെ ആശ്വസിപ്പിക്കുകയാണ്. അവൾക്ക് വീണ്ടും വാഗ്ദത്തങ്ങൾ കൊടുക്കുകയാണ്. നീ പോയി നിന്റെ യജമാനത്തിക്ക് തന്നെ കീഴടങ്ങിയിരിക്കണം. കാരണം നീ ഗർഭിണിയാണ്, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ ഉന്നതനായി തീരും, അവൻ പ്രഭുവായി തീരും. ഇങ്ങനെയുള്ള ഒരുപാട് വാഗ്ദത്തങ്ങൾ കൊടുത്ത് അവളെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി വീണ്ടും ദൈവത്തിന്റെ ദൂതൻ തിരിച്ച് യജമാനത്തിയായ സാറയുടെ ഭവനത്തിൽ തന്നെ അവളെ വിടുകയാണ്. സാറയുടെ അടുക്കൽ പോയി കീഴടങ്ങിയിരിപ്പാൻ ഉപദേശിച്ച് അവളെ തിരികെ വിടുവാനിടയായി തീർന്നു. സ്നേഹിക്കാനോ കരുതാനോ സഹായിക്കാനോ ആരുമില്ലെന്ന് ദുഃഖിച്ചിരുന്ന അവൾക്ക് യഹോവ നിന്റെ സങ്കടം കേൾക്കാനുണ്ട് എന്ന വാഗ്ദത്തം കൊടുത്ത് ധൈര്യത്തോടെ അവളെ തിരിച്ചുവിട്ടു. കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. താൻ ഇസ്മായേൽ എന്ന ഒരു മകന് ജന്മം കൊടുക്കുവാനിടയായി തീർന്നു. ഈ മകൻ വളർന്നു വരുവാനിടയായി തീർന്നു. വീണ്ടും ആ ഭവനത്തിൽ അവൾ മുഖാന്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നല്ല പ്രതീക്ഷയോടെ ദൈവ വാഗ്ദത്തങ്ങൾ ശക്തിപ്പെട്ടു അവൾ അവിടെ ജീവിച്ചുവെങ്കിലും വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് മുഖാന്തരം ഒരു സുപ്രഭാതത്തിൽ അവൾ അവിടെ നിന്ന് വെറും കൈയായി ഇറങ്ങി പോകേണ്ടി വന്നു. അത് അവളെ അങ്ങനെ വിടാൻ അബ്രഹാമും കൂട്ടു നിൽക്കുവാനിടയായി തീർന്നു. അപ്പവും ഒരു തുരുത്തി വെള്ളവും മാത്രം അവിടുന്ന് കൊടുത്ത് അവൾ ആ ഭവനത്തിൽ നിന്നും വീണ്ടും ഇറങ്ങുകയാണ്. എല്ലാ സ്വപ്നങ്ങളും തകർന്ന് ഭാവി എന്തെന്ന് നിശ്ചയമില്ലാതെ മഹാധനവാനായ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് അപ്പവും ഒരു തുരുത്തി വെള്ളവുമായി ഒരു അമ്മയും മകനും പുറപ്പെടുവാനിടയായി തീർന്നു. ആ സമയത്ത് തന്റെ ഹൃദയവേദന മനസ്സിലാക്കുവാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിഞ്ഞില്ല. അവൾ ഒരു പ്രാവശ്യം സ്വന്തമായി ഓടിപ്പോയ സമയത്ത് അവളെ കണ്ട അതേ ദൈവത്തിന്റെ ദൂതൻ അവിടെ അവളെ വീണ്ടും കാണുവാൻ ഇടയായി തീർന്നു. മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത ഒരു അവസ്ഥയാണ്. വറ്റി വരണ്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് മരുഭൂമി എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ തൻ്റെ ജീവിതത്തിലെ സർവ്വ അവസ്ഥകളും തൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട സാഹചര്യത്തിലും താൻ ദുഃഖിതയായി അവിടെ നിന്ന് കടന്നുപോയ അവസരത്തിലും ദൈവത്തിന്റെ ദൂതൻ അവളുടെ അടുത്ത് വീണ്ടും ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഒരു തുരുത്തി വെള്ളത്തിന് വേണ്ടിയാണ് അവളുടെ മകൻ കരഞ്ഞത്. എന്നാൽ ഈ അവസരത്തിൽ ഒരു നീരുറവ തന്നെ ദൈവം അവൾക്ക് വേണ്ടി അവിടെ തുറക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ ഇറങ്ങി വന്നു, അവളെ വിളിച്ചു പുതിയ വാഗ്ദത്തങ്ങൾ കൊടുത്തു. അവൾക്കപ്പോൾ ആവശ്യമെന്ന് പറയുന്നത് ഒരു തുരുത്തി വെള്ളം മാത്രം. പക്ഷെ അവൾക്ക് വേണ്ടി ദൈവം ഒരു ഉറവയെ, ഒരു വലിയൊരു നീരുറവിനെ അവിടെ തുറന്ന് അവളെ മാനിക്കുവാനിടയായി തീർന്നു. അത് കാണുവാൻ വേണ്ടി ദൈവം അവളുടെ കണ്ണുകളിൽ തുറക്കുവാനിടയായി തീർന്നു. ഒരുപക്ഷെ ആ നീരുറവ് അവിടെ മുന്നേ ഉണ്ടതായിരിക്കാം, അല്ലെങ്കിൽ പുതിയതായി ദൈവം സൃഷ്ടിക്കപ്പെട്ടതായിരിക്കാം. പക്ഷെ അവൾക്ക് അത് അതുവരെയും കാണാൻ പറ്റാത്തത് അവളുടെ
ആ കണ്ണുകളെ തുറന്ന് ദൈവം അവർക്ക് വേണ്ടി പുതിയ വഴികളും വാതിലുകളും ഒരുക്കുവാൻ ഇടയായി തീർന്നു. എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു, എനിക്കിനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല, ഞാൻ അവസാനിച്ചു എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ തോന്നുന്ന അവസരങ്ങളില്, പ്രതികൂലങ്ങളും പ്രതിസന്ധികളിലും എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വലിയ പ്രതിസന്ധിയെ ഞാൻ എങ്ങനെ നേരിടും എന്നുള്ള അവസരങ്ങളിലൊക്കെ ഒരു പക്ഷേ നമ്മുടെ ഹൃദയം വിങ്ങി വേദനപ്പെടുന്ന അവസരങ്ങളിൽ നമുക്ക് വേണ്ടി പുതിയ വഴികളും പുതിയ വാതിലുകളും തുറന്ന് നമ്മെ മാനിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ മുമ്പിൽ വരുന്നത് എത്ര വലിയ പ്രശ്നമായിരുന്നാലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രകാരം കാണുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നമ്മുടെ മുമ്പിൽ നമ്മുടെ തലയ്ക്ക് മീതെ കൂടെ കടന്നു പോകുന്ന പ്രശ്നങ്ങളായിരുന്നാലും അത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ബലപ്പെടുത്തി നമുക്കുള്ള വാഗ്ദത്തങ്ങളെ തന്ന് വീണ്ടും വീണ്ടും നമ്മെ മാനിച്ച് നമ്മെ ശക്തീകരിച്ച്, ഒരുപക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായിരിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ഉപവസിക്കുമ്പോൾ ഒന്നും ആ പ്രശ്നത്തിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല, പ്രശ്നം അങ്ങനെ തന്നെ ഉണ്ടായിരിക്കാം. പക്ഷെ ആ പ്രതിസന്ധിയിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ധൈര്യവും കരുത്തും, നമ്മുടെ ഉൾക്കണ്ണുകളെ തുറന്ന് ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുവാൻ ഇടയായിത്തീരും. ഹാഗറിന്റെ ജീവിതത്തിൽ 2 സമയം വന്ന പ്രശ്നത്തിലും തനിക്ക് ആരുമില്ല ആശ്രയമായി, ആരോരുമില്ലാത്ത വെറും ഒരു അടിമ പെണ്ണാണ്. ലോകം നോക്കുമ്പോൾ അവളെ ആരും മൈൻഡ് ചെയ്യുകയില്ല, കാരണം സമൂഹത്തിൽ ഒരു വിലയും നിലയും ഒന്നും അവൾക്കില്ല. എന്നാൽ അവൾ പോയ 2 സമയത്തും 2 സാഹചര്യത്തിലും അവളെ കാണുവാൻ ദൈവത്തിന്റെ ദൂതനുണ്ടായിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവളെ ധൈര്യപ്പെടുത്തി നിർത്തിയത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അവൾക്ക് പ്രതീക്ഷ കൊടുത്തു, നിനക്കൊരു മകൻ ജനിക്കും, അവൻ വലിയവനായി തീരും, നീ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ ഉള്ള വാഗ്ദത്തങ്ങൾ കൊടുത്ത് അവളെ ധൈര്യപ്പെടുത്തി വീണ്ടും പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. വീണ്ടും അവൾ അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ടു എങ്കിലും അവൾ ആരോരുമില്ലാത്ത സ്ഥാനത്ത് ഒറ്റയ്ക്ക് തന്റെ മകനുമായിട്ട് സന്തോഷത്തോടെ തുടർന്നുള്ള കാലങ്ങളിൽ ജീവിക്കുവാൻ തക്കവണ്ണം പുതുവഴികളെ തുറന്ന് അവളെ മാനിക്കുവാൻ ദൈവം ഇട ചെയ്തു. അതിനായി ദൈവം അവളെ കണ്ണുകളെ തുറക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ നമ്മൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ, ലോകമുണ്ടായ കാലം മുതൽ അനേകർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, ഇന്നും സഞ്ചരിക്കുന്നുമുണ്ട്. എന്നാൽ താൻ തിരഞ്ഞെടുത്ത ജനം സഞ്ചരിച്ചപ്പോൾ മാത്രം മരുഭൂമിയിൽ കൂടി അവർക്ക് വേണ്ടി ദൈവം അവർക്ക് വേണ്ടി മാത്രം മഞ്ഞ ഒരുക്കപ്പെടുവാനിടയായി തീർന്നു, ജലതടാകം സൃഷ്ടിക്കപ്പെടുവാനിടയായി തീർന്നു. ആർക്കും ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത വലിയൊരു അത്ഭുതമാണ്. സ്വർഗീയ ഭോജനമാകുന്ന മഞ്ഞ കൊണ്ട് ആ ഇസ്രായേൽ മക്കളെ പോഷിപ്പിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരിക്കലും തുറക്കപ്പെടാത്ത ജലാശയങ്ങളെ തുറന്ന് വളരെ മനോഹരമായ രീതിയിൽ ദൈവം അവരെ മാനിക്കുവാനിടയായി തീർന്നു. അവർ മരുഭൂമിയിൽ കൂടെ പോയ സമയമെല്ലാം അവരെ പുഷ്ടിയോടെ ബലത്തോടെ നടത്തുവാൻ തക്കവണ്ണമുള്ള ആഹാരവും വെള്ളവും കൊടുത്ത് ശ്രേഷ്ഠകരമായ രീതിയിൽ അവരെ മാനിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ അനവധി സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. സാറാ, റിബേക്ക, ലേയ, റാഹേൽ, ഇങ്ങനെ നിരവധി സ്ത്രീകളെ അവർ ഭർത്താക്കന്മാരോട് ഒരുമിച്ച് അവർ മരുഭൂമിയിൽ കൂടി കടന്നു പോയവരാണ്, ദൈവത്തെ ആരാധിച്ചവരാണ്. എന്നാൽ 2 പ്രാവശ്യവും ദൈവിക ദർശനവും ദൈവത്തെ കാണുവാൻ ഭാഗ്യം ലഭിച്ചത് ഹാഗറിന് മാത്രമാണ്. ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് തോന്നിയ അവസരത്തിൽ പുതുവഴികളെ പുതുവാതിലുകളെ തുറന്ന് അവളെ മാനിക്കുവാൻ ദൈവം ഇടയായി തീർന്നു. ഹാഗാറിന്റെ ആവശ്യത്തിനായി അവളുടെ കണ്ണു തുറന്ന് ദൈവം അവളെ മാനിച്ചതുപോലെ നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളിൽ, പ്രതികൂല ഘട്ടങ്ങളിലൊക്കെ നമ്മെ താങ്ങി വഴി നടത്തുവാൻ പുതുവഴികളും വാതിലുകളും തുറന്ന് നമ്മെ മാനിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. നാം വായിച്ചതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെയാണല്ലോ വായിച്ചത്, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്ന ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്ലാനും പദ്ധതികളും ഈ നാളുകൾ നാം അറിഞ്ഞ അപ്രകാരം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതെല്ലാം പ്രതികൂലങ്ങളുടെ മധ്യേയും പ്രതിസന്ധികളുടെ മധ്യേയും ഉറച്ചു നിൽപ്പാൻ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നാം മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവമേ നീ എനിക്ക് തന്ന വാഗ്ദത്തങ്ങളിൽ ഞാൻ മുറുകെ പിടിക്കുന്നു, എനിക്ക് വാഗ്ദത്തമുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുവാനുള്ളവനല്ല എന്ന് നമ്മെ തന്നെ ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ നാം വെറുതെ വായിച്ച് ധ്യാനിച്ചു പോകുന്ന ഈ വചനങ്ങൾ അനവധി ആത്മീക സത്യങ്ങളുണ്ട്. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ വേദഭാഗം വായിക്കുക മാത്രമല്ല അതിലുള്ള ആത്മീക സത്യങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവസന്നിധിയിൽ
അധികമായി വീണ്ടും പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മിൽ മുമ്പിൽ വച്ചിരിക്കുന്ന പുതുവഴികളെ, വാതിലുകളെ കണ്ടുകൊണ്ട് അപ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം ബലപ്പെടുവാൻ, ആത്മീക ജീവിതം, ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. അല്പസമയമാണെങ്കിലും ഈ കേട്ട വചനം നമ്മുടെ ജീവിതത്തില് വിടുതലിനും ഉദ്ധാരണത്തിനും ചൈതന്യത്തിനും കാരണമായി തീരട്ടെ. എന്നെ ശ്രദ്ധിച്ചിരുന്ന എല്ലാ ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.